കോടതികളിലൂടെ നിയമവഴികളിലൂടെ ഇനിയും സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതും ഒരിക്കലും കൂട്ടിമുട്ടാൻ കഴിയാത്തതും ഒരിക്കലും അഴിക്കാൻ കഴിയാത്തതുമായ ഒരു വ്യവഹാര സമസ്യ അല്ലെങ്കിൽ ഒരു വ്യവഹാര ശൃംഖല തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കുടത്തിനുള്ളിലെ ഭൂതം എന്ന് പറയുന്നത് പോലെ ഇതുവരെ കണ്ടതൊക്കെ നിസാരം, ഇനി അതിനേക്കാൾ വലുത് എന്നുള്ള വിധത്തിലാണ് വരുന്നത്. വ്യവഹാര പരമ്പര തന്നെ ഇനി ഉണ്ടാകാനുള്ള വഴി തുറന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കോടതികളൊന്നും തീർപ്പാക്കുന്നില്ല. പുതിയ വ്യവഹാര പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുന്ന പോലെ ആണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ. ഇവിടെയാണ് വിവേകം ഉപയോഗിക്കേണ്ടത്. ഈ കേസുകളെ അവസാനിപ്പിക്കുവാൻ, സഭയിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് തീരുമാനിക്കേണ്ടത്. യാക്കോബായ വിഭാഗത്തിന് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് 0% ആണ്. കാരണം പന്ത് അവരുടെ കോർട്ടിലാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് വേണമെങ്കിൽ ഈ വ്യവഹാര പരമ്പരകൾ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ശാഠ്യവും പിടിവാശിയും തുടർന്ന് മലങ്കര സഭയിൽ അശാന്തിയുടെ ദിനങ്ങൾ തുടരുവാൻ നിങ്ങൾക്ക് വഴിയൊരുക്കാം. ഇതിലേത് വേണമെന്ന് ഞാൻ വീണ്ടും പറയാണ്, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ പന്ത് അവരുടെ കോർട്ടിലാണ് വന്നിട്ടുള്ളത്.